ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ അവരെ ഭയപ്പെടേണ്ട, അവരെ എന്താണ് പറയേണ്ടതെന്ന് ആ സമയം നിന്നോട് ഞാൻ പറഞ്ഞു തരും. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. മരണം കൊണ്ടുപോലും ഒരാൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത്. നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ടും ഈ സുവിശേഷം ഒന്ന് വിളിച്ചു പറയാനായിട്ട് തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് ഈ തിരുനാൾ നമുക്ക് മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളി. പ്രിയപ്പെട്ടവരോട്, കണ്ടുമുട്ടുന്നവരോട്, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഇങ്ങനെ ഒന്ന് കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളൊന്ന് പറഞ്ഞു തുടങ്ങണ്ടേ. നമുക്ക് പലതവണ ആവർത്തിച്ചിട്ടുള്ള അതേ ടോപ്പിക്കാണ്. ഈശോയെ പറ്റി പറ, ഈശോയെ പറ്റി പറ, കർത്താവിൻ്റെ തരുന്ന രക്ഷയെക്കുറിച്ച് പറ, അവിടുത്തെ വിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ച് പറ, അവിടുന്ന് നമ്മളെ വിട്ടുകളയില്ലെന്ന് പറ, അവിടുന്ന് നമ്മളുടെ അഭയമാണെന്ന് പറ, അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് പറ. ഇതെല്ലാം സുവിശേഷമല്ല. ഓരോ തവണയായിട്ട് ഓരോരുത്തരോടായിട്ട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ. അതിൽ വരുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും കർത്താവ് പറയും, അവിടെ നിങ്ങളെ പിടിച്ച് പീഡിപ്പിക്കുമ്പോൾ ഒരു നഗരത്തിൽ നിന്ന് മറ്റു നഗരത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് നിങ്ങൾക്ക് എല്ലാ പട്ടണങ്ങളും ഓടിത്തീർക്കേണ്ടി വരികയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ മരണം ഉണ്ടാവും എന്ന് പറയണേ. അതിന് മുന്നേ മരിച്ചു പോകുന്ന പറയണേ. അതത്രയ്ക്ക് പോസിറ്റീവായിട്ടൊന്നും അല്ല നമ്മൾ എടുക്കേണ്ട കാര്യമല്ല. അതിനു മുന്നേ നിങ്ങൾ മരണപ്പെടും. എങ്കിലും മരിക്കുന്നത് വരെ സുവിശേഷം പറഞ്ഞുകൊണ്ടോടാനാണ്. അത് വെറുതെ ആവില്ല. ആരൊക്കെയോ പണ്ട് ഒരു നാളിൽ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ നാടിൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു തന്ന വചനത്തിൻ്റെ വിത്താണ് ഇപ്പോൾ ഇത്രയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വിത്ത് വരണം. ഞാൻ കണ്ടുമുട്ടുന്നവരുടെയൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ചെറിയൊരു അഗ്നി നമ്മൾ ഇട്ടുകൊടുക്കണം. കത്തിപ്പടരാനും മാത്രം വലിയ പ്രഭയുള്ള ആ ഒരു ചെറിയ അഗ്നിനാളം കൊടുക്കുന്ന മനുഷ്യരായി മാറാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.